ഹായ് ഹലോ വെൽക്കം ബാക്ക്. ഷാനുസ് കിച്ചൻ ബ്ലോഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് റവ വെച്ചിട്ടുള്ളൊരു തരിവട്ട റെസിപ്പി ആയിട്ടാണ്. എളുപ്പത്തിൽ നമുക്ക് ചായക്കൊക്കെ വൈകുന്നേരത്തെ ചായക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/4 കിലോ റവ ഒരു പാത്രത്തിലേക്കിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക്. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇടണ്ട, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് റവ കരിഞ്ഞു പോവും. ഇനി ഇതിലേക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ചെറിയ ജീരകം കുറച്ച് അധികം ഇട്ട് കൊടുത്താൽ നല്ലൊരു ഫ്ലേവറാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. റവ നന്നായിട്ട് വറുത്തെടുക്കണം, എങ്കിലാണ് നമ്മുടെ തരിവട്ടറിന് നല്ലൊരു ഉറപ്പും ക്രിസ്പൊക്കെ ഉണ്ടാവുള്ളൂ. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മളിത് നല്ലതുപോലെ മൂത്ത് വരുന്ന പോലെ വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്ത എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ കറുത്ത എള്ളാണ് ഉള്ളെങ്കിൽ അതും ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ എത്ര ഇട്ട് കൊടുത്താലും നല്ല ടേസ്റ്റാണ്, എത്ര വേണേലും ഇട്ട് കൊടുക്കാം. തേങ്ങയാണ് ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ വറുത്തെടുക്കണം. നമുക്ക് ഒരു ബ്രൗൺ കളറാകുന്നത് വരെ നമ്മളിത് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പഞ്ചസാരയല്ല ചേർത്ത് കൊടുക്കുന്നത്, ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ശർക്കര പാവാക്കിയിട്ട് ചെറു ചൂടോടെ വേണം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ എങ്ങനെയാണോ ഇത് ഷേപ്പാക്കിയിട്ട് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാം. നമുക്ക് ഇടിയപ്പത്തിൻ്റെ കാച്ചിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം, പുട്ടുകുറ്റിയിലും വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ചെറു ചൂടോടെ അതിലേക്ക് ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒറ്റയടിക്ക് എല്ലാം കൂടി ഒഴിച്ചു കൊടുക്കരുത്, അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് ലൂസായിട്ട് പോകും. പിന്നെ നമുക്കത് കറക്റ്റായിട്ട് അത് പിടിക്കാൻ കഴിയില്ല. കയ്യിൽ ഇങ്ങനെ നമ്മൾ ഏത് പാത്രത്തിലാണ് വെച്ച് നമ്മളിത് റൗണ്ട് ഷേപ്പിൽ ആക്കി എടുക്കുന്നത്, അങ്ങനെ എടുക്കാൻ പറ്റില്ല. കുറച്ചും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചൂടോടെ തന്നെ നമുക്ക് ഇത് ബോളാക്കി എടുക്കാം. വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. കട്ട കെട്ടാണ് നോക്കണം, ഒരിക്കലും കട്ട പിടിച്ച രൂപത്തിലാവരുത്. നമ്മൾ ഈ തരിവട്ടറിന് നമ്മൾ റവ വാർത്തെടുക്കുമ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇത്രയും മതി കേട്ടോ, ഏകദേശം ഒരു പാകത്തിനായിട്ടുണ്ട്. നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് റവ. ശർക്കര ഒഴിച്ച് നന്നായിട്ട് പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് കേട്ടോ, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ, നമുക്ക് വേണമെങ്കിൽ ഏത് പാത്രത്തിൽ വേണമെങ്കിലും ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിലേക്ക് ഓരോ 2 സ്പൂണായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അമർത്തി കൊടുക്കാം. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കിട്ടിക്കോളും. നമുക്ക് ഗ്ലാസ് വെച്ചിട്ട് ഗ്ലാസിൻ്റെ അടിഭാഗം വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്ക് പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം, ഇടിയപ്പത്തിൻ്റെ ആ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം. എങ്ങനെ വേണേലും നമുക്കിത് ഷേപ്പാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതുപോലെ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്, എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ റവ വെച്ചിട്ടുള്ള തരിവട്ടർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഉറപ്പിൽ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊരു മണിക്കൂറൊക്കെ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ ഇതുപോലെ തന്നെ അങ്ങ് മാറ്റി വെക്കുകയാണ്, നല്ലതുപോലെ ഉറച്ച് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ആ ചൂടോടെ തന്നെ അത്ര കണ്ട് ഉറച്ചായിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു. ബൈ ഫ്രം ഷാനുസ് കിച്ചൻ ആൻഡ് ബ്ലോഗ്.